ആണോ ശരത്തേട്ടാ? ഇപ്പൊ കിട്ടിയ വിവരമാണോ? എന്നാ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ ശരി. അച്ഛാ, പുതിയൊരു വാർത്തയായിട്ട് ശരത്തേട്ടൻ വരുന്നുണ്ട്. ഞാൻ ഇറങ്ങി ഓടണം. അല്ല, എന്നതാ പുതിയ വാർത്ത? ചന്ദ്രൻ ഈ പുല്ല് മുളച്ചോ? പുല്ല് മുളച്ചോ പൂ വിരിഞ്ഞോ എന്നൊക്കെ ശരത്തേട്ടൻ വരുമ്പോ അറിയാം. ഇപ്പൊ വരും. എന്തായാലും ഡോക്ടർ നിരഞ്ജൻ ഒരു കേസ് കൂടിയായി. എന്ത് കേസാ നിത്യമോളെ? പൊന്നുമണിയുടെ കൊച്ചിനെ കാണാതായ കേസ്. ആ ചീവിയുടെ കൊച്ചിനെ കൊണ്ടുപോയ റൂട്ട് ശരത്തേട്ടൻ പറയും. അത് കറക്റ്റാ. ആ റൂട്ട് കൃത്യമായിട്ട് പറയാൻ നിത്യമോളുടെ ശരത്തേട്ടന് മാത്രമേ പറ്റൂ. ശരത്തേട്ടനായിരിക്കുമല്ലോ കുട്ടി എവിടാന്ന് അറിയാതിരിക്കുന്നത്. മനോഹരേട്ടൻ ചുമ്മാ കണ്ണും പൂട്ടി ആക്ഷേപിക്കൊന്നും വേണ്ട. ശരത്ത് വരട്ടെ, എന്താ പറയുന്നതെന്ന് അറിയാലോ. ആ വന്നല്ലോ വനമാല. എന്നതാ ശരത്ത് മോനെ, പുതിയ ഏതോ വാർത്തയുണ്ടെന്ന് കേട്ടു. പറയാ, ചെയ്യാത്ത തെറ്റിന് എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ച എല്ലാവരും കേൾക്കണം. 10 മിനിറ്റ് മുമ്പ് വരെ കൊച്ചിനെ കടത്തിയ കാര്യത്തിൽ ആ പരുന്തിനെ മാത്രമായിരുന്നു എനിക്ക് സംശയം. വരുന്ന വഴിക്ക് യഥാർത്ഥ പ്രതിയെക്കുറിച്ച് പോലീസിന് എന്റെ സോഴ്സിൽ നിന്ന് തന്നെ വിവരം കിട്ടി. ആരാണോ പ്രതി? ആ സാമ്പ്രാണിക്കൊടി ശങ്കരൻ, പൊന്നുമണിയുടെ അച്ഛൻ. ശരത്തെ, ചുമ്മാ കെട്ടുകഥകൾ മെനയല്ലേ. നിങ്ങൾ എന്തിനാ അവരുടെ പേര് വെക്കുമ്പോ എന്നോട് പറഞ്ഞുകൊള്ളാൻ നിൽക്കുന്നേ? ശങ്കരനും പൊന്നുമണി എന്ന് പറഞ്ഞ ആ ഉരുമ്പെട്ട പെണ്ണും ഡോക്ടർ നിരഞ്ജന്റെ അമ്മയും ചേർന്നാണ് ആ കുഞ്ഞിനെ കടത്തിയത്. തെളിവുണ്ടോ അതിന്? അതൊക്കെ പോലീസ് ഉണ്ടാക്കിക്കോളും. ശരത്തേട്ടൻ ബാക്കി പറ. കൊച്ചിനെ കാണാതായ അന്ന് വെളുപ്പിനെ ശങ്കരൻ തീർത്ഥയാത്ര പോയതാ. രഹസ്യ തീർത്ഥാടനം. പളനിയാണെന്നോ മധുരയാണെന്നോ രാമേശ്വരമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പോയ പോക്കിന് കൊച്ചിനെയും കൊണ്ടുപോയി. അവിടെ ഇവിടെ ഗാനം കളഞ്ഞു കാണും. അല്ലെങ്കിലേ ഭിക്ഷക്കാർക്ക് വിറ്റ് കാണും. ആ ഇനിയിപ്പോ DNA ടെസ്റ്റ് നോക്കുന്നുള്ള ഭയം വേണ്ടല്ലോ. അച്ഛാ, അടുത്ത നമ്പര് ഡോക്ടർ നിരഞ്ജന്റെ. മിക്കവാറും അമ്മാവനെ അനന്തരവനെയും ഒറ്റ വിലയും കിട്ട് കൊണ്ടുവന്ന് കാണാം. മാന്യന്മാരെ അപമാനിക്കാനും ചതിക്കാനും നിൽക്കുന്ന കള്ളപ്പരിശകളും.